ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു ബാർബിക്യൂ ഡിന്നർ സെറ്റ് ചെയ്താലോ? അതിനായിട്ടിവിടെ ലാം ചോപ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഈ സെയിം റെസിപ്പി നമുക്ക് ചിക്കനിലും ചെയ്യാം. 1.5 കിലോ ലാം ചോപ്സ് ആണ് എടുത്തിരിക്കുന്നത്. മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവിടെ ഞാൻ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് മൊറോക്കൻ സീസണിങ് പൗഡറാണ്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ബാർബിക്യൂവിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും നൽകും. 2 ടേബിൾ സ്പൂൺ യോഗട്ട്, 1 ടേബിൾ സ്പൂൺ സോയ് സോസ്, 1 ടീസ്പൂൺ ബാർബിക്യൂ സോസ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം സോയ് സോസിൽ തന്നെ ഉപ്പ് വളരെയധികം ഉള്ളതിനാലാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോരോ പീസ് ലാം ചോപ്സിലേക്ക് നല്ലപോലെ പുരട്ടിയെടുക്കാം. അങ്ങനെ ഇതുപോലെ എല്ലാ ലാം ചോപ്സും ഇതുപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇത് പ്രീഹീറ്റഡ് ആയിട്ടുള്ള ഓവനിലേക്ക് ഗ്രിൽ ചെയ്യാൻ വെക്കാം. സ്ലോ കുക്കിംഗ് ആണ് ഇവിടെ വേണ്ടത്. ഞാനിവിടെ 150 ഡിഗ്രിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ലാമ്പ് ചെറുതായിട്ട് കുക്കായി വരുന്നുണ്ട്. അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ താഴെയുള്ള ട്രെയിലേക്ക് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. ഇതിന് പറ്റിയൊരു മഷ്റൂം സോസ് ഇതിൻ്റെ കൂടെ റെഡിയാക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് ഒരു ചെറിയ സ്ലൈസ് ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽറ്റായി വരുമ്പോൾ ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. ഇവിടെ 500 ഗ്രാം മഷ്റൂംസ് ആണ് എടുത്തിരിക്കുന്നത്. മഷ്റൂമിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കടുക് ചതച്ചത് 1 ടീസ്പൂൺ, അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബോട്ടിൽ ചിക്കൻ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 600 ml ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ കുറുകി വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ബാർബിക്യൂവിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി സോസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ലാം ബാർബിക്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 40 മിനിറ്റ്സ് ലോ ഹീറ്റിങ്ങിലാണ് ഇത് കുക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഗ്രീൻ സാലഡും ടോസ്റ്റഡ് ബ്രെഡും മഷ്റൂം സോസും നല്ലൊരു കോമ്പിനേഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ ലാമ്പിൽ മാത്രമല്ല ചിക്കനിലും ഇതേ റെസിപ്പിയിൽ തന്നെ തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.